ഹായ് മക്കളെ, അങ്ങനെ 2 പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തേതായിട്ട് ഇംഗ്ലീഷും. ഇനി SSLC കുട്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരൊറ്റ ചോദ്യമായിരിക്കും, സാർ ഇനി അങ്ങോട്ട് പഠിച്ചാൽ മാത്സിൽ A+ കിട്ടുമോ? കാരണം അത് 4 ദിവസം കൂടെ ഉണ്ട്. 11-ാം തീയതിയാണ് നമ്മളുടെ പരീക്ഷ. എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം മാത്സിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ മാത്സ് ആണല്ലോ ഏറ്റവും ടഫ്. ഇപ്പോൾ ഫുൾ A+ കിട്ടേണ്ട കുട്ടികൾക്കാണെങ്കിലും എന്താണ് ഒരു A+ പോകുന്നുണ്ട്, അത് മാത്സിലായിരിക്കും പേടി. ഇനിയിപ്പോൾ കുറേ കുട്ടികൾ മാത്സിൽ A+ കിട്ടൂല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ആ ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഇനി അങ്ങോട്ട് പഠിച്ചാൽ മാത്സിൽ A+ കിട്ടുമോ എന്നുള്ളത്. ഈ ചോദ്യത്തിന് സിമ്പിളായിട്ട് ഉത്തരം നിങ്ങൾ പഠിക്കേണ്ട പോലെ പഠിച്ചാൽ കിട്ടുന്നുള്ളൂ. പക്ഷേ അതിനേക്കാൾ ഉപരി ഇതൊരു ഫോൾസ് ഹോപ്പ് അല്ല. ഇനി അങ്ങോട്ട് പഠിച്ചാലും നിങ്ങൾക്ക് A+ കിട്ടുന്നുള്ള ഒരു ബോധ്യം, ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താ, നിങ്ങൾ 4 ദിവസം നിങ്ങൾ പഠിക്കാനിരിക്കും. അങ്ങനെ പഠിക്കാനിരുന്നാൽ ബാക്കി സബ്ജക്റ്റ് ഒക്കെ പോട്ടെ, മാത്സിന് നിങ്ങൾക്ക് A+ കിട്ടും. അപ്പോൾ തുടങ്ങിയല്ലേ എന്താ സംഭവം എന്നുള്ളത്. മക്കളെ, ഏറ്റവും ഫസ്റ്റ് മാത്സിന് A+ കിട്ടാൻ എത്ര മാർക്ക് വേണമെന്നാണ്. അതായത് ചില കുട്ടികൾ 70, ചില ആൾക്കാർ 72 എന്നൊക്കെ പറയുമെങ്കിലും ശരിക്ക് നിങ്ങളുടെ 100 മാർക്ക്, അതായത് 80 മാർക്ക് നിങ്ങളുടെ പരീക്ഷയും 20 മാർക്ക് സിയും കൂടി, ഈ 100-ൽ നമുക്ക് 90 മാർക്കാണ് വേണ്ടത് A+ന്. നിങ്ങൾക്ക് ഭൂരിഭാഗം കുട്ടികൾക്കും എന്തായിരിക്കും, അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും മാത്സിൽ 20 മാർക്ക് CE കിട്ടിയിട്ടുണ്ടെങ്കിൽ 90-ന് 20 പോയാൽ നമുക്ക് 70 മാർക്ക് മതി. എന്തിന്? മാത്സിന് A+ന്. അത് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. മാത്സിന് A+ന് 70 മാർക്ക് മതി. ഇനി ഈ 70 മാർക്ക് നിങ്ങൾക്ക് 80 മാർക്കിലല്ല 70 മാർക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കഴിഞ്ഞ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 110 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ആ 110-ൽ മതി എന്ത്, നിങ്ങൾക്ക് 70. 80-ലല്ല, 110-ൽ മതി 70. ആൻഡ് ആ 110-ൽ തന്നെ എന്തുണ്ടാവും, ഒരു 15 മാർക്ക് ഉറപ്പായിട്ടും വരക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും. അത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. നിങ്ങളുടെ ക്ലാസ്സിൽ ഒന്നും അറിയില്ല, ആകെ ടെൻഷൻ ഇരിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ആ 15 മാർക്ക് ഉറപ്പിച്ച് അവർ പരീക്ഷ പാസ്സായി. ആൻഡ് ആ 15 മാർക്ക് എങ്ങനെയാണ് കിട്ടുക? ഞാൻ മുമ്പ് ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വരക്കാനുള്ള മുഴുവൻ ചോദ്യങ്ങളും. ആ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് വരുള്ളൂ. ആൻഡ് ആ വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ തന്നെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. വീഡിയോ കണ്ട് അവസാനിച്ചാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് വരക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, നമുക്ക് 70-ൽ ഒരു 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി വേണ്ടത് 55 മാർക്കും കൂടെയാണ്. 110-ൽ നിന്നും 15 മാർക്ക് പോയി കഴിഞ്ഞാൽ 95 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. 95 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അതിൽ 55 മാർക്കാണ്. ഓക്കെ, ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതായത് ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു A+ സ്ഥിരമായി കണ്ടിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണ്ട, ഇത് കണ്ടിട്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാനോ കാര്യങ്ങളോ ഒന്നും മാറ്റണ്ട. പക്ഷെ ഇന്നേ വരെ മാത്സിൽ A+ കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. മക്കളെ, ഈ 95 മാർക്ക് ഉണ്ടല്ലോ, അതായത് 110-ൽ 15 മാർക്കിൻ്റെ വരക്കാനുള്ള ചോദ്യങ്ങളും കഴിഞ്ഞിട്ടുള്ള 95 മാർക്കിൽ 30 മാർക്ക് എന്തായിരിക്കും, വളരെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് വന്നിട്ട് അതിൻ്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കാണാം, അല്ലെങ്കിലോ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ചോദ്യം, എന്താ പറയുക, സ്ഥിതി വിവരക്കണക്കിലെ ചോദ്യം തുടങ്ങി എന്താണ്, ഒരു 30 മാർക്ക് എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ പാഠം കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രം മതി, ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. പിന്നെ 45 മാർക്ക് ഒരു മീഡിയം ലെവൽ ഡിഫിക്കൽട്ടിയാണ്. ഈ 30 മാർക്കും നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എത്ര മാർക്കായിരുന്നു വേണ്ടത്, നമുക്ക് 55 മാർക്കായിരുന്നു വേണ്ടത്. അതിൽ 30 മാർക്ക് ഈസി ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ബാക്കി 15 മാർക്കും കൂടെ അല്ല, 25 മാർക്കും കൂടെ വേണം അല്ലേ. ബാക്കി 25 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ 45 മാർക്കിൽ നിന്ന് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 45 മാർക്കിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഒരുപാട് കുട്ടികൾ അവസാന സമയത്ത് മാത്സിൽ A+ലേക്ക് എത്തുക. അതായത് ഹൈ ഡിഫിക്കൽട്ടി ഉള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ, മക്കളെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് മുഴുവൻ പഠിച്ച കുട്ടികൾ ഇതൊക്കെ ചെയ്തോ, നിങ്ങൾ എന്ത് ചെയ്തോ, ഒരു റിസ്ക്കും എടുക്കേണ്ട, മുഴുവൻ പഠിച്ചോ, ഡിഫിക്കൽട്ടി A+ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തോ. പക്ഷെ പഠിച്ച് തീരാത്ത കുട്ടികൾ, അല്ലെങ്കിൽ മാത്സ് ഭയങ്കര ടഫായിട്ടുള്ള കുട്ടികൾ ഒരിക്കലും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ലേക്ക് പോകണ്ട. അത് അറ്റൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ നോക്കി, ഈ 45-ൽ 25 മാർക്ക് മതി, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മാത്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 95 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 55 മാർക്ക് കിട്ടിയാൽ മതി. അതിൽ തന്നെ 30 മാർക്ക് വളരെ എളുപ്പമാണ്. ബാക്കി 25 എന്ന് പറയുന്നത് ഈ 45-ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സർ, ഇതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഇതെങ്ങനെ പഠിക്കണം, ഞാൻ പഠിച്ചതിനുള്ള ഒരു പാഠം എനിക്കറിയില്ല എന്നാണെങ്കിൽ
അത് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നതിനേക്കാൾ ബെസ്റ്റാണെന്ത് ലൈവിൽ കൃത്യമായിട്ട് എന്താ പറയുക ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിരുന്നത്. സോ ഇന്ന് രാത്രി, അതായത് ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ അന്ന് രാത്രി 7 മണിക്ക് എങ്ങനെ മാത്സിൽ A+ നേടാൻ ഇനി അങ്ങോട്ടുള്ള ദിവസം എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ലൈവുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ലൈവിൻ്റെ ലിങ്ക് ഇതാ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ. ഇൻ കേസ് നിങ്ങൾ ഈ ലൈവ് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ആ ലൈവ് പോയിട്ട് ആ സ്റ്റഡി പ്ലാൻ ഒന്ന് നോക്കണം. ഉറപ്പാണ് നിങ്ങളെ കൊണ്ട് പറ്റും മക്കളെ. ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്കിപ്പോൾ വിശ്വാസം വന്നോ ഇല്ലയോ എന്നുള്ളതാണ്, പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. അതായത് അടുത്ത 4 ദിവസം എല്ലാ സോഷ്യൽ മീഡിയയും മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഡെയിലി ഒരു 5 മുതൽ 10 മണിക്കൂർ വരെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു സംശയമില്ല, മാത്സിൽ A+ ഞാൻ വാങ്ങിത്തരും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. എന്താണ് നിങ്ങളെ സീനിയേഴ്സ് ആരോട് ചോദിച്ചാലും കുഴപ്പമില്ല, എജുപോർട്ട് അജാസ് സാർ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചോ? പറ്റും. ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് A+ വാങ്ങാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൺസ്ട്രക്ഷൻ്റെ വീഡിയോ, വരക്കാനുള്ള വീഡിയോ കാണാത്ത ആൾക്കാർ അത് കാണുക, ലൈവിൻ്റെ ലിങ്ക് പിൻ ചെയ്യുക, വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമ്മൾ വിട്ടുകൊടുക്കില്ല, അവസാന നിമിഷം വരെ പോരാടും. അപ്പോൾ ശരി, 7 മണിക്ക് കാണാം.